എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓട്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഓട്സാണ് എടുത്തത്. എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് നനച്ചെടുക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ആണ് ഉള്ളതെങ്കിൽ അതുപയോഗിച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഇതുപോലെ കുറച്ച് വീതം ഒഴിക്കുക, എന്നിട്ട് വേണം ഒന്ന് നനച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്. ഈ 1 കപ്പ് ഓട്സിന് 1/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ എല്ലാ ഭാഗത്തും വെള്ളമായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഒന്ന് നനച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒന്ന് കട്ട പിടിച്ചിരിക്കും, അത് കുഴപ്പമില്ല. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളത്തിൻ്റെ അളവ് ഒട്ടും തന്നെ കൂടിപ്പോകരുത്. ഞാനിപ്പോൾ ഈ 1 കപ്പ് ഓട്സിന് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണം. 10 മിനിറ്റിന് ശേഷമാണ് ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഒരുപാടങ്ങ് ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കരുത്. പുട്ടിനൊക്കെ നമ്മൾ സാധാരണ കുറച്ച് തരിയോട് കൂടിയിട്ടാണല്ലോ പുട്ടുപൊടി തയ്യാറാക്കുന്നത്. ദേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. പാലൊക്കെ ചേർത്തിട്ട് ഓട്സ് കുറുക്കി കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് പുട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും. അപ്പോൾ പുട്ടുകുറ്റിയിൽ ചില്ലൊക്കെ ഇട്ട ശേഷം കുറച്ച് തേങ്ങയാണ് ആദ്യം ചേർത്തത്. ഇനി നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇത് പകുതി നിറച്ച ശേഷം വീണ്ടും കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഓട്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പുട്ടുകുറ്റി മുഴുവനായിട്ടും നിറച്ച ശേഷം നമുക്കിത് അടച്ചിട്ട് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ 1 കപ്പ് ഓട്സ് എടുത്തപ്പോൾ ഇതുപോലെ 1 കുറ്റി പുട്ടുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ പുട്ടുകുറ്റിയിൽ എല്ലാം നിറച്ചിട്ടുണ്ട്. ഞാനിത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആവി വന്ന ശേഷമാണ് പുട്ടുകുറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ ആവി വന്ന ശേഷം 5 മിനിറ്റും കൂടി ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓട്സ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടലക്കറിയുമായിട്ടാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഹെൽത്തി ഓട്സ് പുട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്